വല്ല പണിക്ക് പോക്കൂടാ. നാണാവില്ല നിങ്ങൾക്ക് നാട്ടുകാരെ പറ്റി ജീവിക്കാനായിട്ട്. അവൻ ഭാര്യനും ക്ലാവിനും വെച്ച് വീഡിയോ ചെയ്ത് നാട്ടുകാരെ പിടിച്ച് നടക്കാവൻ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വല്ല കക്കാനാ മോഷ്ടിക്കാനാ സ്മഗ്ലിങ്ങിനൊക്കെ പോകാന്ന്. ഇതൊന്നുമല്ല കേട്ടാ. ഞങ്ങളുടെ വീഡിയോൻ്റെ അടിയിൽ കുറച്ച് നാളുകളായിട്ട് വരുന്ന കമൻറ്റുകളാണ് ഇതൊക്കെ. ചിലപ്പോൾ ഈ കമൻ്റ് അടിക്കുന്ന ആൾക്കാർ അമ്മേനെ അച്ഛനും പണിക്ക് വിട്ട് വീട്ടിലിരിക്കുന്ന ആൾക്കാരാവും. ചിലപ്പോൾ ഭാര്യേനെ പണിക്ക് വിട്ടിട്ട് വീട്ടിൽ ചുമ്മാ ഇരുന്ന് തിന്നിരിക്കുന്ന ആൾക്കാരാവും. അതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ കമൻ്റ് അടിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യണത്. എനിക്ക് മാന്യമായിട്ടൊരു ജോലിയുണ്ട്. ഇപ്പം കാണിച്ചു തരാം. ഒരു മിനിറ്റ്. കണ്ടില്ലേ, ഭാരത് സഞ്ചാർ നിഗം BSNL കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനം. ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യണത്. 2016 ഞാനിവിടെ ജോയിൻ ചെയ്യണത്. 2016 ജൂലൈ മാസം 14 ഈ തൃശ്ശൂർ കോലോത്തുംപാടത്തെ ഓഫീസിലാണ് എൻ്റെ ഫസ്റ്റ് പോസ്റ്റിങ്. അതിനുശേഷം ഞാൻ പ്രൊമോഷനായിട്ട് വേറെ ഒരു എക്സ്ചേഞ്ചിൽ പോയി വീണ്ടും ഞാൻ തിരിച്ച് ഇവിടെ മാർക്കറ്റിംഗ് സെക്ഷനിൽ RM ആയിട്ടാണ് ഞാനിപ്പോൾ ജോലി ചെയ്യണത്. ID കാർഡ് കാണിച്ചായിരുന്നു. ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ID കാർഡ്. ഞാൻ ഒരാളെയും പറ്റിച്ച് ജീവിക്കാനോ കബളിപ്പിച്ച് ജീവിക്കാനോ ഇന്ന് വരെ പോയിട്ടില്ല. എനിക്കെൻ്റെ ആവശ്യമില്ല. എനിക്ക് മാന്യമായിട്ടൊരു ജോലിയുണ്ട്. ഇവിടുന്ന് കിട്ടുന്ന കാശ് കൊണ്ടാണ് ഞാൻ അരി മേടിക്കുന്നതും എൻ്റെ വീട്ടിലെല്ലാവരും ജീവിക്കുന്നതും. പിന്നെ ശരിയാണ്, ഈ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഞങ്ങൾക്കൊരു സൈഡാണ്. അത് ഒരു നേരം പോക്കിനൊരു ടൈം പാസ്സായിട്ട് തുടങ്ങിയതുമാണ്. അല്ലെങ്കിൽ വീഡിയോസ് ഇടണു, അത് ഞങ്ങളുടെ ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. പിന്നെ ഈ ജോലി കഴിഞ്ഞ് കിട്ടുന്ന സമയങ്ങളിലാണ് ഞങ്ങളിതിനൊക്കെ ഒരു സമയം കണ്ടെത്തി ഈ വീഡിയോസൊക്കെ ചെയ്യണം. അത് ഈ വീഡിയോ കാണുന്നവർക്ക് ഇത്ര വലിയ പൊള്ളലോ വല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലിരുന്നാൽ മതി. ഞങ്ങളുടെ മെക്കെട്ട് വയ്ക്കണ്ട. അത് ചിലവാവില്ല. ഞാൻ സത്യം പറഞ്ഞ ജോലിക്ക് കയറിയിട്ട് ഇന്ന് വരെ ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസും കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചു തന്നിട്ടില്ല. ഈ വരുന്ന ഏപ്രിൽ 19 നമ്മുടെ തൃശ്ശൂർ പൂരമാണ്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് വന്നിട്ടുള്ളവർക്കും കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം, തൃശ്ശൂർ പൂരത്തിന് മുമ്പായിട്ട് തൃശ്ശൂർ വടക്കുന്നാഥൻ്റെ മൈതാനത്ത് വലിയൊരു എക്സിബിഷൻ നടക്കാറുണ്ട്. അവിടെ BSNLൻ്റെ ഒരു ചെറിയ സ്റ്റാൾ ഉണ്ടാവാറുണ്ട്. ഈ വട്ടം ആ സ്റ്റാളുണ്ട്. അവിടെ ചെറിയൊരു മത്സരമൊക്കെ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഈ വട്ടം. ഇന്ന് അതിൻ്റെ ഇനോഗ്രേഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ എല്ലാ വീഡിയോ ഇവിടുത്തെ ഓഫീസിലത്തെ വീഡിയോയും ഇതൊക്കെ അവിടേക്ക് കൊണ്ടുപോലൊക്കെ ഒരു വീഡിയോ ആക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യണത്. ഇവിടെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തോ. എൻ്റെ സാറ് വന്നിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ സാറിൻ്റെ അടുത്ത് BSNL ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് ഇതാണ് എൻ്റെ ഓഫീസ്. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞോടെ തന്നെയല്ലേ നമ്മുടെ വേറെ അത് അടിച്ചത്. ഇന്നത്തെ മൊത്തം വീഡിയോ ഉണ്ട്. അതെ എടുക്കണ്ട്. അല്ല അവിടെ ഇരുന്നോ ഇതൊക്കെ ഞങ്ങൾ എടുത്തോണ്ട് സാറേ. വേണ്ട വിട്ടോ എന്നാ ചേച്ചി കൈ പിടിച്ചോ താഴത്തേക്ക്. ശരി നടന്നോ. അപ്പം ഞാൻ ഫോൺ പിടിക്കാം. ചേച്ചി ഇവിടെയുള്ള സാധനങ്ങളൊക്കെ താഴത്തേക്ക് എത്തിച്ചാൽ മതി. അപ്പം എനിക്ക് കുറച്ച് ഫ്രീ ആയില്ലേ. ചേച്ചി എന്താ ഞാൻ ഇൻട്രസ്റ്റിലാണ് സാറേ. ലിഫ്റ്റിൽ പോകണം. അവിടെ സ്റ്റെയർ കേസ് ഇറങ്ങി പോവാം. ബലൂൺ ടൈപ്പാണ് കേട്ടോ. ഓതി വീർപ്പിച്ച ടൈപ്പാണ്. അത് നമ്മുടെ സ്റ്റാളിൽ ഇങ്ങനെ കെട്ടിനകത്തില്ല. ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ആണ് നമ്മുടെ. മനോരേട്ടൻ, ശ്രീതേട്ടൻ, ആന്റണിയേട്ടൻ എല്ലാവരും ഉണ്ട്. നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വേടാ വെച്ചോ. നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മുടെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. സാറ് മനോരേട്ടനത് വലിയൊരു മേശ. ഈ മേശ എന്തിനാ ചോദിച്ചാ? ഈ മേശ എന്തിനാണ്? ടോക്ക് ഇടാനും റിമോട്ട് ഇടാനും. ചേട്ടാ നൈസായിട്ട് ട്രെയിനിങ് തെറ്റി. ഇതിലാണ് നമ്മുടെ
വണ്ടികളൊക്കെ കയറുന്ന എൻട്രൻസ്. ഞങ്ങൾ വർക്കിന് ജോലിക്ക് ഇവിടെ ഡ്യൂട്ടിക്ക് വരുമ്പോൾ ഞങ്ങൾ ഇതിൽ തന്നെ കയറാൻ കേട്ടോ. അയ്യോ കുടിയിലിരുന്ന വണ്ടി കുടിയിലെ വേണ ഭാഗ്യത്തിന് കയറി തട്ടിയാ. അയ്യോ നമ്മുടെ വണ്ടി കുടിയിൽ വീണു. ടയറുമേ ഇതായിട്ടുള്ളോ, കുഴപ്പമില്ല, വേറെ ബോഡിയിലേക്കൊന്നും പറ്റില്ല. ഐ ലവ് BSNL. ഇതാണ് എൻ്റെ സാറ്. രാവിലെ സാർ മാസ്ക് ഒരു ഇതാണ് എൻ്റെ സാറ് ചന്ദ്രകുമാർ സാർ. ലൈറ്റ് ഇട്ടുണ്ടാവില്ലേ? ഇത് ജോഷ് സാറ്. ഇന്ന് ചെറിയൊരു വീഡിയോ എടുക്കണ്ട് ഞാൻ, മൊത്തം നമ്മുടെ ഓഫീസും ഇവിടുത്തെ ഇതൊക്കെ കാണിച്ചിട്ട്. രാജേട്ടാ സാറിന് കണ്ടില്ല. നമ്മുടെ സ്റ്റാളിന്റെ വർക്ക് ഓൾമോസ്റ്റ് എല്ലാം കഴിയാറായിട്ടാ. ഊതങ്ങട് പോരാ പോരാ. നമ്മുടെ ബലൂണൊക്കെ വീർപ്പിച്ച് കഴിഞ്ഞുട്ടാ. ഇത് കെട്ടി തൂക്കാൻ പോവാണ്. പണി നടന്നുകൊണ്ടിരിക്കട്ടെ. ഏടാ മാമാരൊക്കെ എടുക്കണ്ട്. ഇത് ഇവിടെ സ്റ്റേജാണ്. പൂരം എക്സിബിഷൻ ഓഡിറ്റോറിയമാണ് ഇവിടെ. എല്ലാ ദിവസവും കലാപരിപാടികൾ ഉണ്ടാവാറുണ്ട്. വൈകിട്ട് 6 മണി മുതൽ ഇവിടെ ഞങ്ങൾക്കൊരു അവസരം ഉണ്ട് കേട്ടോ. അവിടെ ഈ ഫോണൊക്കെ കണ്ടിട്ടുള്ളൊരു അപൂർവമായിരിക്കും അല്ലേ? ശരിയല്ലേ? ഇപ്പൊ ഒന്നും ഇല്ല. ഇപ്പോഴത്തെ ജനറേഷൻ ഒന്നും ഫോൺ തന്നെ അറിയില്ല അല്ലേ? അത് കണ്ടു കൊടുത്തേ ഇരിക്കണതാ. ലാലേട്ടൻ പറയില്ലേ, മൈ ഫോൺ നമ്പർ 2255. പ്രിയദർശിനി. ഈ ഫോണിനൊരു പേരുണ്ട് കേട്ടോ, പ്രിയദർശിനി എന്നാണ് ഫോണിന്റെ പേര്. 103 പ്രിയദർശിനി 103. പിന്നെ ഇതോ ഇത് കോയിൻ ബോക്സ്. ഈ കോയിൻ ബോക്സൊക്കെ എൻ്റെ പെണ്ണിൻ്റെ കയ്യിൽ കുറേ വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ സ്കൂളിലവിടെ കോയിൻ ബോക്സിൽ ഒരു കോയിൻ ബോക്സ് ഒക്കെ അവസാനമായിട്ടുണ്ടായിരുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഇപ്പൊ അവിടെ ഇല്ല, അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ. പിന്നെ നമ്മളൊരു മത്സരത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, ക്യാമ്പയിൻ, അത് വേറൊന്നുമല്ല. എൻ്റെ ബാക്കിലായിട്ട് നിങ്ങൾക്ക് കാണാം ഐ ലവ് BSNL എന്ന് പറഞ്ഞൊരു ടാഗ്. അവിടെ വന്നിട്ട് നിങ്ങൾ സെൽഫി എടുക്കാം. സെൽഫി എടുത്തിട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഫേസ്ബുക്ക് ആയിട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിട്ടെ, ട്വിറ്റർ ആയിട്ടെ അതിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ചെയ്യുമ്പോൾ BSNL കേരള സർക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ID ടാഗ് ചെയ്യാം. ടാഗ് ചെയ്തിട്ട് നിങ്ങൾക്ക്, ഞങ്ങൾ മിനിമം വെച്ചുള്ളത് 200 ലൈക്കാണ്. 200 ലൈക്കിനും കൂടുതൽ ഏറ്റവും ടോപ്പ് ലൈക്ക് കിട്ടുന്നത് ആർക്കാണോ അവർക്ക് നമ്മളുടെ വക, BSNLൻ്റെ വക ഒരു സമ്മാനമുണ്ട്. ഫസ്റ്റ് പ്രൈസ് എന്താണെന്നുണ്ടെങ്കിൽ 1 വർഷത്തേക്കുള്ള FTTH കണക്ഷനാണ് നമ്മൾ ഫ്രീ ആയിട്ട് വിന്നറിന് കൊടുക്കാൻ പോണേ. 1 വർഷത്തേക്ക് ഫ്രീ ആണ്. മോഡം ഇൻസ്റ്റലേഷൻ ചാർജും 1 വർഷത്തെ നിങ്ങൾ ഉപയോഗിക്കുന്ന ചാർജുകളൊക്കെ ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കണേ. അതാണ് നമ്മളുടെ സെൽഫി എടുത്ത് ഫസ്റ്റ് നടന്ന വിന്നറിന് നമ്മൾ കൊടുക്കണേ കേട്ടോ. ഐ ലവ് തൃശ്ശൂർ പൂരം എക്സിബിഷൻ. സ്റ്റാളുകൾ ഒരുവിധം ഈ കയറി വരുമ്പോൾ ഇവിടെ കാണുന്ന സ്റ്റാളുകൾ മാത്രമേ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ളൂ. ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കട്ടോ. ഇവിടെ ഒരു നഴ്സറി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേണ്ട, ഇവിടുത്തെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ചില സ്റ്റാളുകൾ ഓപ്പൺ ആയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ, അത്രേ ഉള്ളൂ. നമ്മുടെ സ്റ്റാളും ഞാൻ മൊത്തം വീഡിയോ എന്തായാലും ഇപ്പോൾ കാണിക്കണില്ല. മൊത്തം വീഡിയോ എന്തായാലും പൂരം എക്സിബിഷൻ കാണാൻ വരുന്ന നമ്മുടെ ഒരു വ്ളോഗ് എന്തായാലും ഉണ്ടാവും. എന്നിട്ട് വയ്യ ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടുത്തൊരു ടീം പോയി കഴിച്ചു വന്നു. ഞങ്ങൾ ഇതേ കഴിക്കാൻ ഇറങ്ങി. കഴിക്കണ സ്ഥലം കാണിച്ചു തരാം കേട്ടോ. ഒടുക്കത്തെ തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വരിക്കണം, അമ്മമാര് തിരക്കാം. ഹോട്ടൽ കുമാർ
രാജേട്ടൻ ടോക്കണൊക്കെ എടുക്കണം. ഗംഭീര തിരക്കാട്ടാ. വരിക ഇതൊക്കെ വരി നിൽക്കുന്ന ഫുഡ് കഴിക്കുന്ന ആൾക്കാരാട്ടാ. അപ്പൊ നടക്കുമോ? കൈ കഴുകിട്ട് പോവാം. കേട്ടോ മീൻചാറുണ്ടോ? മീൻചാറ് മതി 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 മതി. പപ്പടം കിട്ടിയിട്ട് ഒരു പപ്പടം കൊടുത്തോ. പപ്പടം സെക്കൻഡ് യൂർ എടുത്താ. സെക്കൻഡ് യൂർ അതെ വിശന്നിട്ട് വയ്യാണ്ട് അണ്ടകടാഹം കരിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നതാ. രാജേട്ടനാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കൊടുത്ത സ്ഥലത്തിന്റെ പേര് സാഹിത്യക്കാതെ ഇവിടെ ബാക്കില് കുമാർ ഹോട്ടല്. ഞങ്ങളെന്തായാലും നിരാശപ്പെടുത്തില്ല. ഊണിന് ഒരു 50 രൂപയുള്ളൂ. മീൻകറി, മീൻ വറുത്തത്. മീൻകറി ശരിക്കും നമ്മൾ 60-70 രൂപ കൊടുത്ത് മീൻകറി വാങ്ങണ ആ ഒരു ശരിക്കും അത്ര ക്വാളിറ്റി ഉണ്ടല്ലേ മീൻകറിക്ക്. നല്ല മോരുകറി, ബിരിയാണി എല്ലാം ഉണ്ട്. ബിരിയാണി എല്ലാ സാധനവും ഉണ്ട്. ഊണ് ഇറച്ചിയില്ലേ, ബീഫും. ഞങ്ങൾ നോർമലി ഫുഡാണ് കഴിച്ചത്. അതും കിട്ടുന്ന സാധനമായിരുന്നു. എന്തായാലും വയറും നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു. അങ്ങനെ നമ്മുടെ പവലിയൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതാണ് ഞങ്ങളുടെ ദുർഗ മേഡം DGM. രാവിലെ ഞാൻ ഇൻട്രോയിൽ അങ്ങനെ ടോക്ക് അടിച്ചത്. കുറേ നാളെ ഇങ്ങനെ കേൾക്കണു പല പണിക്കുമ്പോൾ കൂടാന്നൊക്കെ. അതുകൊണ്ടാണ് അങ്ങനെ ടോക്ക് അടിച്ചത്. അപ്പോൾ ആരും അത് പേഴ്സണലി ഹേട്ടാവണ്ട. അങ്ങനെ നമുക്കൊരു ചെറിയൊരു വിഷമം തോന്നി എപ്പോഴും ഇത് കേൾക്കുമ്പോഴേ. അതുകൊണ്ട് പറഞ്ഞതാണ്. നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നമ്മുടെ ചാനലും വീഡിയോ ആദ്യമായിട്ട് കണ്ടുകൊണ്ടുണ്ടെങ്കിൽ ചാനൽ ഓടിപ്പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.